നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ വിസ എക്സ്റ്റൻഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എയർപോർട്ട് ടു എയർപോർട്ട് എക്സിറ്റ് അടിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഞാൻ നേരെ ഒമാനിലേക്കാണ്, മസ്കറ്റ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും തിരിച്ച് വരുന്നത് വരെയുള്ള വീഡിയോസ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ കേസ് നമ്മൾ രാവിലെ 5:45 സമയം. ഇപ്പോൾ ഇവിടെ നേരെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എയർപോർട്ട് ടെർമിനൽ 2ലേക്കാണ് പോകാനുള്ളത്. ഞാൻ പോകുന്നത് ഫ്ലൈ ദുബായ് ഫ്ലൈറ്റാണ്. അപ്പോൾ എയർപോർട്ട് ടെർമിനൽ 2ന് ഇപ്പോൾ ഈ ധൈരയിൽ നിന്നാണ് ഞാൻ പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ബസ് എന്ന് പറയുന്നത് ബസ് നമ്പർ 43 ആണ്. അപ്പോൾ ബസ് നമ്പർ ആ ബസ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ബസ് വരുന്നുണ്ട്. ഇതിൻ്റെ പുറകിലാണ്. കണ്ടോ, 43 നമ്മുടെ ടെർമിനൽ 2ലേക്ക് ഇവിടെ നിന്നുള്ള ബസ്സാണ്. ചെക്ക് ഇൻ ചെയ്തു. ഇനി നേരെ ബസ് കയറി വെയിറ്റ് ചെയ്യാം. Next stop is Airport Terminal 2 Departure. അപ്പോൾ കേസ് നമ്മൾ ടെർമിനൽ 2ൽ എത്തിയിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ പിന്നെ ഫ്ലൈ ദുബായ് ബോർഡിങ്ങിൻ്റെ ഏരിയയിലേക്ക്, ബോർഡിംഗ് പാസിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ മെല്ലെ നീങ്ങുകയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ എയർപോർട്ടിന് 5 മണിക്കൂർ നേരത്തെ വരണം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ തന്നെ സെൽഫായിട്ട് ഇതിനകത്ത് ആൾറെഡി നമുക്ക് നമ്മുടെ എന്താ പറയുക വിസയുടെ ഡീറ്റെയിൽസ് അല്ല, ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ ബുക്കിംഗ് റെഫറൻസ് നമ്പർ ഉണ്ടാവും, ലാസ്റ്റ് നെയിം ഉണ്ടാവും, അതെല്ലാം അടിച്ചിട്ട് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് ഇങ്ങനെ പോകണം. എൻ്റെ ഇത് ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബുക്കിംഗ് റെഫറൻസ് നമ്പർ കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞ സമയത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് പിന്നെ അത് ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് തന്നെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫുൾ നെയിം കൊടുക്കുക, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡോക്യുമെൻ്റ്, അതായത് പാസ്പോർട്ട് സ്കാൻ ചെയ്യാൻ വരും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജ് കംപ്ലീറ്റ് ആയിട്ട് വെക്കുന്ന രീതിയിൽ സ്കാൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സീറ്റ് കാര്യങ്ങൾ റിസർവ് ചെയ്യുക. പിന്നെ നമുക്ക് ബോർഡിംഗ് പാസ് വാട്സപ്പായിട്ടോ ഇമെയിലായിട്ടോ അവർ സെൻഡ് ചെയ്യും. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ അകത്തേക്ക് കയറാവുന്നതാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. എനിക്കല്ല, എൻ്റെ ടിക്കറ്റിനകത്ത് എനിക്ക് 2 ടിക്കറ്റ് മെയിലായിട്ട് വന്നു. 2 ടിക്കറ്റും ദുബായ് ടു മസ്കറ്റാണ്. റിട്ടേണിൻ്റെത് കാണുന്നില്ല. ശരിക്കും ഒരെണ്ണം അങ്ങോട്ടേക്കുള്ളതും ദുബായ് ടു മസ്കറ്റ്, ഒരെണ്ണം മസ്കറ്റ് ദുബായിയാണ് വരേണ്ടത്. പക്ഷേ എനിക്ക് തിരിച്ചുള്ളതും ദുബായ് ടു മസ്കറ്റാണ് വന്നത്. അപ്പോൾ അത് കാരണം എൻ്റെ അടുത്ത് നേരെ ഇവിടെ കൗണ്ടറിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതാണ് ഫ്ലൈ ദുബായിയുടെ കൗണ്ടർ. അപ്പോൾ അവിടേക്ക് നേരെ പോവുകയാണ്. സോ ഗൈസ്, നമ്മുടെ ടിക്കറ്റ് സെറ്റായി. ഇതാണ്ടോ 2 ടിക്കറ്റ് ഉണ്ടാവും, ഒരെണ്ണം മസ്കറ്റിലേക്കും ഒരെണ്ണം അവിടുന്ന് തിരിച്ചിങ്ങോട്ടും. ഇനി നേരെ നമ്മൾ എമിഗ്രേഷൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗേറ്റിലേക്ക്. സോ ഗൈസ്, നമ്മുടെ എന്താ പറയുക, ബോർഡിംഗ് പാസ് കിട്ടി, ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടിപൊളിയായി നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി മീൻസ് നമ്മുടെ ഗേറ്റിലേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് ഒരുപാട് സമയമുണ്ട്. ശരിക്കും 5 മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടേ ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് ടൈമുള്ള സമയത്ത് നമ്മളിപ്പോൾ പോകുന്നത് കണ്ട നേരെ ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ സൈഡിലൂടെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നാട്ടിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള നല്ല സമയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നാട്ടിലേക്ക് അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുക, എനിക്ക് പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തൂടെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം നടന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കാം എന്നുള്ളതാണ് എൻ്റെ ടൈം ആകുന്നത് വരെ. അപ്പോൾ ഇതാണ് ശരിക്കും ഇവിടെ നമ്മുടെ ദുബായിലെ ഈ ഡ്യൂട്ടി ഫ്രീ എന്ന് പറയുന്ന ഭാഗം. കണ്ടോ, നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും പ്രിയങ്കരമായൊരു ഏരിയ ആണിത്. ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു സോണാണ് ഈ പറഞ്ഞ സാധനം.
എന്തായാലും അപ്പോൾ നമ്മൾ ഇനി എനിക്ക് പോകേണ്ടത് എൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് F7 ആണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇതിനകത്ത് കൂടെ നടക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ബോർഡുകൾ കാണും. അപ്പോൾ അതിനകത്ത് ABC മുതൽ F12 വരെ ഇതിനകത്താണ്. അപ്പോൾ ഈ ഭാഗത്ത് തന്നെയാണ് എൻ്റെ ഫ്ലൈറ്റ് കയറാനുള്ള ഗേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ള വെച്ചാൽ നമ്മൾ ഈ അതിരാവിലെ വരുന്ന സമയത്ത് നമ്മൾ ആരും ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊന്നും കഴിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏകം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം എക്കണോമി രീതിയിൽ കഴിക്കാൻ പറ്റിയ 2 സാധനമാണ് ഈ മക്ഡൊണാൾഡ്സും KFC എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതുകൂടാതെ ഇപ്പുറത്തുണ്ട് വേറെ മറ്റ് ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ സാധാരണ എയർപോർട്ടിൽ വരുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എടുക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമ്മുടെ സ്വന്തം മക്ഡൊണാൾഡ്സാണ് ഏറ്റവും കൂടുതൽ ഞാൻ എടുക്കാറുള്ളത്. സോറി, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ട്രോൾ ഞാൻ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇനിവേ നമുക്ക് എനിക്ക് സമയം ധാരാളമുള്ളതുകൊണ്ട് ഇനി ഞാൻ ഗേറ്റും കൂടി ഡയറക്റ്റ് പോയി നോക്കി വന്നതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് നല്ല ഫുഡോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആസ്വദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗേറ്റ് ഏതാന്ന് നോക്കാം. ഞാൻ ഗേറ്റ് കണ്ടു. ആക്ച്വലി നമ്മൾ പോകുന്ന ഈ വഴിയിൽ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുണ്ട് F8ഉം F7ഉം. ഓക്കെ, അപ്പോൾ എനിക്ക് കയറാനുള്ളത് F7 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അത് ക്ലിയർ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല. ആക്ച്വലി ഇതാണ് നമ്മുടെ ഗേറ്റ് കണ്ടോ, F7 ഫ്ലൈറ്റിലേക്ക് കയറാനാകുന്ന സമയത്ത് ഇതിനകത്തൊക്കെ കയറേണ്ടത്. ഇതാണ് നമുക്കിവിടെ വെയിറ്റിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്, വെയിറ്റിംഗ് ലോഞ്ചാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ നല്ല റഷാണ് എയർപോർട്ട്. ആക്ച്വലി ഒരുപാട് ആൾക്കാരൊന്ന് ഫ്ലൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൂടാതെ മിക്കതും പലരും ഇതുപോലെ എക്സിറ്റും കാണുമായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് ലോഞ്ചിനകത്തിരിക്കുന്നത് ഒരു കിഡിലൻ എമിറേറ്റ്സിൻ്റെ ഒരു A380 ടേക്ക് ഓഫ് ചെയ്ത് പൊങ്ങിപ്പോണ കണ്ടതാണ്. നല്ല കിഡിലൻ വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ ലോഞ്ചിനകത്തിരിക്കുന്നത്. കണ്ടോ, എമിറേറ്റ്സിൻ്റെ A380 എന്ന് പറഞ്ഞാൽ വലിയൊരു ഫ്ലൈറ്റാണ് പൊങ്ങിയത്. നമുക്കിത് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഇതുപോലെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ആസ്വദിച്ചൊക്കെ ഇരുന്ന് ടൈം പോകുന്നത് അറിയേയില്ല ഇതിനകത്തിരിക്കുമ്പോൾ. അപ്പോൾ ഗൈസ്, എൻ്റെ ഊഴമത്തി ഹായ്. Visa change, right? Visa change. Yes. Shaiju. Yes, Shiju. May I have your attention, please? Okay. Thank you. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് നേരെ ബസ്സിനകത്ത് കയറി ഇനി നേരെ ഇത് ഫ്ലൈറ്റിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നേരെ എയർപോർട്ടിനകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. അതായത് നിറയെ വിമാനങ്ങൾ ഇതുപോലെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് കണ്ടത് നമ്മുടെ ഇന്ത്യ എക്സ്പ്രസ്സാണ്. നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് കണ്ടാണ്, ഇതാണ് നമ്മുടെ ഫ്ലൈ ദുബായ്. നമ്മുടെ സ്വന്തം ഫ്ലൈ ദുബായ് ആണ്. കണ്ടാ, കുറേ അറ്റത്താണ് ഇത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. ബസ്സിനകത്ത് തന്നെ ഒരുപാട് നേരം നമ്മൾ യാത്ര ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ പോകേണ്ടി വന്നു. കണ്ടാ, നമ്മളുള്ളത് 18D ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ സീറ്റ് 18D. നമ്മൾ ഇതാണ്, പക്ഷേ ഇത് വിൻഡോ സീറ്റ് അല്ല എന്നുള്ളത്. അപ്പം നമ്മളിത് ടേക്ക് ഓഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലൈറ്റിനകത്ത് ഞാൻ കണ്ടൊരു ഗുണം എന്താ വെച്ചാൽ, നമ്മുടെ ഓരോ സീറ്റിന് പുറകിൽ ഇതുപോലെ നല്ല നല്ല ഡിസ്പ്ലേകളുണ്ടാവും. അതിനകത്ത് കണ്ടോ
നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കറക്റ്റ് റൂട്ട് കാര്യങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ട്. അത് ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് കറക്റ്റ് നമുക്ക് നമ്മുടെ GPS ഇട്ട് പോകുന്ന അതേ ഫീല് തന്നെ. അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ എത്താനായോ, എന്തിൻ്റെ മുകളിലൂടെ പറക്കണേ, ഇതിനൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ എവിടെ എത്തി എന്നുള്ളതാണ് കറക്റ്റ് അതിനകത്ത് കാണിക്കുന്നത്. അതുകൂടാതെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഡെസ്റ്റിനേഷൻ കണ്ട 251 കിലോമീറ്ററാണ് പോകാനുള്ളത്. അത് പിന്നെ എത്ര മിനിറ്റിലെത്തും, 32 മിനിറ്റ് കൊണ്ട് ഇനി അവിടെ എത്തും. അവിടുത്തെ നമ്മുടെ ലോക്കൽ ടൈം, ഡെസ്റ്റിനേഷൻ്റെ ടൈം, പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇത് എത്ര ഉയരത്തിൽ, അപ്പോൾ കണ്ട 24,000 അടി ഉയരത്തിലാണ് ഇത് പറന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ഇൻഫർമേഷൻ നമുക്കിതിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. അപ്പോൾ കണ്ടത് 811 km/h സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ടൈമിലും അത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൽ ഇവിടെ മസ്കറ്റ് എയർപോർട്ടിൽ സേഫായി ലാൻഡ് ചെയ്ത് നമ്മളെ actually this is a different one, right? Different, sir. But its yes. boarding You have time is to 12:10, so it's already started, right? wait. We have lots of Muscat, sir. Okay, That's thank why. you. അപ്പോൾ കേസ് നമ്മൾ ഇവിടെ മസ്കറ്റിൽ ഇറങ്ങി ഇനി അടുത്ത ഫ്ലൈറ്റ് ചെക്ക് ചെയ്യട്ടെ. അടുത്ത ഫ്ലൈറ്റ് ഏതാ നോക്കിയിട്ട് അതിനകത്ത് കയറണം. ശരിക്കും ഇപ്പോൾ വന്ന ഫ്ലൈറ്റിൽ തന്നെ കുറേ ആൾക്കാർക്ക് റിട്ടേൺ പോകാൻ പറ്റിയിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഫ്ലൈറ്റ് ഏത് കാരണം ഇനി ആ ഫ്ലൈറ്റ് ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ വിസ മാറുന്നവർ ഇത് ഇവിടെ ഉണ്ടാവും, ബോർഡിനെ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ നോക്കി പോയാൽ മതി. അപ്പം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരെല്ലാം നേരെ ഈ ഡയറക്ഷനിൽ വരിക. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റ് പാസ് ചെയ്ത് വീണ്ടും പുറത്തേക്ക് തന്നെ ഫ്ലൈറ്റിലേക്ക് തന്നെ പോവുക. അതുകൊണ്ടോ നേരെ ഈ കാണുന്ന ഗേറ്റ് വഴി എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ഫ്ലൈറ്റിലേക്ക് തന്നെ പോവുക. അതാണ് ഇവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഒമാൻ എയർപോർട്ടിനകത്ത് കൂടെ കയറി പിന്നെ ബോർഡിംഗ് പാസ് രണ്ടാമത് ആ ഗേറ്റിൽ കാണിക്കുക. അവിടെ നേരെ പുറത്തിറങ്ങി നേരെ നമ്മുടെ ഗേറ്റ് കാണിച്ചിട്ടുണ്ടാവും നമ്മുടെ ടിക്കറ്റിനകത്ത്. അപ്പോൾ നമ്മുടെ C9 അങ്ങാണ്ടായിരുന്നു ഇതിനകത്ത്. പക്ഷേ ഇവരുടെ ഫ്ലൈറ്റ് എന്താ പറയുക ഷെഡ്യൂൾ ചെയ്തതാണ്, എന്താ അറിയില്ല. ഇപ്പോൾ C10ലേക്കാണ് ഇപ്പോൾ നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ C10ൻ്റെ ഗേറ്റ്. ഓക്കെ, ഗേറ്റ് ഈസ് ഓപ്പൺ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറുക, ഇനി തിരിച്ച് ദുബായിലെത്തുക. അവിടെ എത്തുമ്പോഴത്തേക്ക് വിസ കിട്ടേണ്ടതാണ് നമുക്ക്. എന്നിട്ട് നേരെ അവിടെ ഇറങ്ങി നേരെ ദുബായിലേക്ക് പോവാം, റൂമിലേക്ക്. ഓക്കെ. അപ്പോൾ ഗൈസ് ഒമാൻ മസ്കറ്റ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത് കയറുക. അതിനകത്ത് നമ്മൾ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് നേരെ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ലോഞ്ചിലേക്ക് കയറുക. ലോഞ്ചിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നേരെ നമുക്ക് ദുബായ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റാണ് വരുന്നത്. കണ്ടോ, നമ്മുടെ ഗേറ്റിൽ നിന്ന് നോക്കി കാണും. അത് അവിടെ ഗേറ്റിൻ്റെ അവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ പോവുകയാണ്. സോ ഗൈസ്, നമുക്ക് പിന്നെ മസ്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് തിരിച്ചു പോകാനുള്ള റിട്ടേൺ ടിക്കറ്റുമുള്ള ഫ്ലൈറ്റ് നമ്പർ ഏതാണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഫ്ലൈറ്റിനകത്ത് നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് തരും. നിങ്ങൾക്ക് ഇന്ന നമ്പറുള്ളവരാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഇരിക്കുക. അതല്ല വേറെ ഫ്ലൈറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ട് അതാത് ഗേറ്റിലേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ നേരെ മസ്കറ്റ് എയർപോർട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മളൊരു ഈ ഗേറ്റ് വഴി എന്താ പറയുക നമ്മുടെ ടിക്കറ്റ് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യും. എന്നിട്ട് നേരെ അതാത് ഗേറ്റിലേക്ക് ഒരു ഡയറക്റ്റ് ചെയ്ത് വിടും. അത്രയുള്ള ഇവിടുത്തെ പരിപാടി. എന്നിട്ട് ഫ്ലൈറ്റ് വരുന്നവരെ നമ്മളിതുപോലെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യുക. നേരെ ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ കയറി നേരെ ദുബായിക്ക് പറക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും തിരിച്ച് ദുബായിലേക്ക് പറക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. എന്താ ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റിനകത്തേക്ക് കയറാൻ പറ്റും. ഹായ്, താങ്ക് യു. ഇത് ബിസിനസ് ക്ലാസ്സാണ് ഈ കാണുന്നത് കേട്ടോ. ബിസിനസ് ക്ലാസ്സിൻ്റെ സീറ്റ് കാര്യങ്ങളാണ് ഈ കാണുന്നത്. സോറി, ഇതാണ് നമ്മുടെ എക്കണോമിക് ക്ലാസ്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഫ്ലൈറ്റിനകത്ത് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ എയർ ഹോസ്റ്റസിന് ഈ പോകുന്നതിന് മുമ്പുള്ള ഈ അവതരണങ്ങളൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ടതില്ല. അതൊരു അനിമേഷൻ രൂപത്തിൽ അവർ ഈ സ്ക്രീനിൽ പ്ലേ ചെയ്യും. അവിടെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് സാധനം മനസ്സിലാകുക. അവർ നേരിട്ട് പറയുന്നേക്കാളും, കാരണം അവർ നേരിട്ട് ഒരു സെക്കൻഡിൽ 10 ഇൻഫർമേഷൻ ഒരുമിച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. മിക്കതും സത്യം പറഞ്ഞാൽ ക്ലിയർ ആകാറില്ല. അപ്പോൾ എനിവേ നമ്മളിത് ദുബായിയുടെ അതിന് മുകളിലെത്തിയിട്ടോ ടേക്ക് ലാൻഡ് ചെയ്യുന്നുണ്ടോ എല്ലാം വളരെ ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ ഇറങ്ങി നമ്മുടെ ആ ബസ്സിനകത്ത് നേരെ എയർപോർട്ടിൻ്റെ ടെർമിനലിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് നല്ല രസമുള്ളൊരു കാഴ്ച കേട്ടോ. ഒരുപാട് ഫ്ലൈറ്റ് പോയാൽ വരിയായിട്ട് ഇത് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. കുറച്ച് ദൂരമുണ്ട് നമ്മുടെ ടെർമിനലിലേക്ക് ഇതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് പോകാൻ. അപ്പോൾ ഈ നമ്മൾ ബസ് ഇറങ്ങി നേരെ എയർപോർട്ടിനകത്തേക്ക് കയറുകയാണ് തിരിച്ച്. ഓക്കെ, അതായത് ഇനിയിപ്പോൾ ഇതിനകത്ത് കയറുക, നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങാം. അത്രയുള്ള പരിപാടി കണ്ടില്ലേ. ഇതാണ് നമ്മൾ ദുബായ് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് എത്തിയിരിക്കുന്ന അവസ്ഥയാണിത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കഴിയാൻ പോവുകയാണ്. ഞാൻ വീണ്ടും തിരിച്ച് ദുബായിൽ എത്തിയിരിക്കുകയാണ്. ഇനി നേരെ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല, നേരെ റൂമിലേക്ക് പോവുക. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇതുപോലെ എയർപോർട്ട് ടു എയർപോർട്ട് വിസ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്തത്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ്. രാവിലെ നേരെ ഈ എയർപോർട്ടിൽ വരിക, ഇവിടെ നേരെ നമ്മൾ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ഡെസ്റ്റിനേഷൻ എയർപോർട്ടിൽ ഇറങ്ങുക. അപ്പോൾ അന്ന് റിട്ടേൺ ഫ്ലൈറ്റ് ഏതാ വെച്ചാൽ അതിനകത്ത് തിരിച്ചിങ്ങോട്ടും വരിക. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വിസ റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇ ഗേറ്റ് വഴിയായിട്ട് കയറണം. ഇ ഗേറ്റ് ഇലക്ട്രോണിക് ഗേറ്റ് ആയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒരു പരിപാടിയും ചെയ്യേണ്ട. നേരെ വിസയൊന്നും നമ്മുടെ കയ്യിൽ വേണമെന്നില്ല. നമ്മൾ ആ പാസ്പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഗേറ്റ് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പരിപൂർണമാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.